അപ് കി അദാലത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ സീനിയർ രാഷ്ട്രീയ നേതാവ് ഗുലാം നബി ആസാദിന്റെ മേൽ ചുമത്തപ്പെട്ട ആദ്യത്തെ കുറ്റം ഇദ്ദേഹം വിശ്വാസവഞ്ചകനാണ് എന്നുള്ളതാണ്. ആസാദ് സാർ, താങ്കളുടെ പുസ്തകം പുറത്തു വന്നതിന് ശേഷം കോൺഗ്രസിലെ താങ്കളുടെ പഴയ കൊളീഗ്സൊക്കെ എന്താ പറയുന്നതെന്ന് വെച്ചാ, പെട്ടെന്ന് ഇദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്, നമ്മുടെ കൂട്ടുകാരൻ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നു. ചിലർ മറ്റൊരാൾക്ക് വേണ്ടിയാണ് താങ്കൾ ഇങ്ങനെ മാറിയതായി പറയുന്നു. അതോടൊപ്പം കോൺഗ്രസിന്റെ ഒഫീഷ്യൽ വക്താവ് എന്താ പറയുന്നതെന്ന് വെച്ചാ, അദ്ദേഹം താങ്കൾക്ക് വേണ്ടി എഴുതിയിരിക്കുക, ഇദ്ദേഹത്തിന് വിശ്വാസം നഷ്ടപ്പെട്ടതിൽ എനിക്ക് സങ്കടമില്ല, ഇതിനു മുൻപ് അദ്ദേഹം എങ്ങനെയായിരുന്നു, ഇപ്പൊ ഇങ്ങനെ ആയല്ലോ എന്നുള്ള സങ്കടം. പണ്ട് എങ്ങനെയിരുന്ന ഒരാൾ ഇപ്പോൾ ഇങ്ങനെയായല്ലോ എന്ന് പരിതപിക്കുന്നവരാണ് എൻ്റെ ഈ നിലയ്ക്ക് ആധാരം. ഞാൻ വിശ്വസ്തനല്ലാതായിട്ടൊന്നുമില്ല, പക്ഷേ ഒന്ന് ശരി മനസ്സിലാക്കി, വിശ്വാസമില്ലാത്തവരവരാണ്. എല്ലാം അവരുടെ കൺമുന്നിൽ തന്നെയുണ്ടല്ലോ. എന്നിരുന്നാലും എല്ലാം കഴിഞ്ഞു എന്ന് ലീഡർഷിപ്പ് തന്നെ പറയുമ്പോൾ അവർക്കാർക്കും ധൈര്യമില്ല. അവരാണ് വിശ്വാസമില്ലാത്തവർ. അവരവരുടെ ലീഡറെയാണ് വഞ്ചിക്കുന്നത്, അവരുടെ പാർട്ടിയെ തന്നെയാണ് വഞ്ചിക്കുന്നത്. പാർട്ടിയുടെ ലീഡറിനോട് പാർട്ടി നശിച്ചുപോയി എന്ന് പറയാനുള്ള ധൈര്യം അവർക്കില്ല. അതിന്റെ ആവശ്യമുണ്ടെന്നും അവർക്ക് തോന്നുന്നില്ല. ഈ പാർട്ടി ഒരു കാലത്ത് ഇന്ത്യയുടെ ഏതാണ്ട് 31-33 സംസ്ഥാനങ്ങളിൽ ഭരണം നടത്തിയവരാണ്. പാർലമെന്റിൽ ഏകദേശം 414 സീറ്റുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിൽ ഒരു 50-55 സീറ്റുകളെ കിട്ടിയുള്ളൂ. ലീഡർക്ക് പ്രതിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അവരാണ് വിശ്വസ്തരല്ലാത്തത്. അവരാണ് അവരുടെ പാർട്ടിയെ വഞ്ചിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും ലീഡറിനോട് ഇത് പറയുന്നില്ലല്ലോ. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യമില്ല. ആസാദ് സാർ, താങ്കൾ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് വന്നത് അവർക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. അവരെന്താ പറയുന്നതെന്ന് വെച്ചാ, താങ്കൾ രാഹുൽ വേണ്ടാന്ന് പറയുന്നത് പ്രശ്നമല്ല, പക്ഷെ മോദി വേണമെന്ന് പറയുന്നതാണ് പ്രശ്നമെന്ന്. ഞാൻ പറയുന്നത് മോദിജി തന്നെ വരണമെന്നുമല്ല, മാത്രമല്ല രാഹുൽജി വരരുത് എന്നുമല്ല. ഇവിടുത്തെ പ്രശ്നം ഗേൾഫ്രണ്ടിൻ്റെ ഒന്നുമല്ല, ബോയ്ഫ്രണ്ടിൻ്റേതുമല്ല. ഇത് ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. ഏത് ക്യാപ്റ്റനാണോ ഈ കപ്പലിനെ മുക്കിക്കളയുന്നത്, ആര് ഈ കപ്പൽ നിയന്ത്രിച്ച് കരയിലെത്തിക്കുമെന്നുള്ളതാണ് പ്രശ്നം. ഇതിൽ ഞാൻ ആരുടെയും മതം നോക്കില്ല, ആരുടെയും മുഖവും നോക്കില്ല, അവരുടെ പരിശ്രമത്തെ നോക്കൂ. നമ്മുടെ ഇന്ദിരാഗാന്ധിയും നല്ലവണ്ണം ഭരിച്ചു, രാജീവ് ഗാന്ധിയും ഭരിച്ചു, നെഹ്റു ഉണ്ടായിരുന്നു, അദ്ദേഹവും നന്നായി ഭരിച്ചു. ഈ നാട് മാത്രമല്ല, ലോകം തന്നെ നിയന്ത്രിക്കാൻ കഴിവുള്ളവർ. മിസ്സിസ് ഗാന്ധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രൈം മിനിസ്റ്ററാകാനുള്ള യോഗ്യത കിട്ടിയില്ലെങ്കിൽ അതും പിന്നിൽ നിന്ന് പ്രവർത്തിക്കുമായിരുന്നു. പക്ഷെ ഇന്നത്തെ സ്ഥിതി എന്താണ്? പാർട്ടി തന്നെ ശരിയല്ലല്ലോ. വെറുതെ ചീത്ത വിളിച്ചതുകൊണ്ട് ലീഡറാകാൻ കഴിയില്ലല്ലോ. ചീത്ത വിളിക്കുന്നത് തെറ്റൊന്നുമല്ല, പക്ഷെ അതിനൊക്കെ ചില മര്യാദകളില്ലേ? ഈ തെരുവ് ഭാഷയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതും എപ്പോ പറയണമെന്നാൽ, 24 മണിക്കൂർ ഉറങ്ങി എണീറ്റ് നിങ്ങൾ ഒരാളെ ചീത്ത വിളിക്കുമ്പോൾ ഉറങ്ങുന്നതിന് മുമ്പും ചീത്ത വിളിക്കുന്നു. ഇതുകൊണ്ട് നാടും രക്ഷപ്പെടില്ല, ലോകവും രക്ഷപ്പെടില്ല, ആർക്കും അധികാരവും കിട്ടില്ല. താങ്കൾ രാഹുൽ ഗാന്ധി കപ്പല് മുക്കാൻ നോക്കുന്നു, മോദി ഓടിക്കാൻ നോക്കുന്നെന്നാണോ? ഇപ്പോൾ അതല്ലേ നടക്കുന്നത്. ഒരു ക്യാപ്റ്റൻ ആകുന്നതിന്, ഉദാഹരണത്തിന് മോദി സാർ 24/7 അധ്വാനിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അധികാരം വേണമെങ്കിൽ 24 മിനിറ്റെങ്കിലും ജോലി ചെയ്യണ്ടേ? 24 മിനിറ്റെങ്കിലും ജോലി ചെയ്തില്ലെങ്കിൽ എങ്ങനെ പ്രധാനമന്ത്രിയാകും? രാഹുൽ ഗാന്ധിയെ കാണുമ്പോൾ സഹതാപമാണ് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ കൂടെയും ഞാൻ മന്ത്രിയായിട്ടുണ്ട്, പിതാവിന്റെ കൂടെ പാർട്ടിയിലുമുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുത്തശ്ശിയുടെ കാലത്തും എന്റെ 32ാമത്തെ വയസ്സിൽ മന്ത്രിയായിട്ടുണ്ട്. അതിനു മുമ്പ് യൂത്ത് കോൺഗ്രസിൽ 28-30 വയസ്സിൽ ഇന്ദിരാഗാന്ധിയുടെ കൂടെയും ജോലി ചെയ്തിട്ടുണ്ട്. 24 മണിക്കൂറിൽ 20 മണിക്കൂറും ജോലി ചെയ്യും. രാജീവ് ഗാന്ധിയും 20 മണിക്കൂർ ജോലി ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം 20 മിനിറ്റ് പോലും ചെയ്യുന്നില്ലല്ലോ. അവരൊക്കെ 20 മണിക്കൂർ ജോലി ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രിയായി. ഇദ്ദേഹം 20 മിനിറ്റ് പോലും ചെയ്യാതെ, ഒരു ജോലിയും ചെയ്യാതെ എങ്ങനെ പ്രധാനമന്ത്രിയാകാൻ പറ്റും? ഞാൻ 20 മണിക്കൂർ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും 18 മണിക്കൂർ. ഐ എം 70+ നൗ. ഇപ്പോഴും 20 മണിക്കൂർ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ 2 മണിവരെ ഇരുന്ന് ജനങ്ങളെയൊക്കെ കാണുന്നു. വീണ്ടും 6 മണിക്ക് തുടങ്ങുകയായി. താങ്കൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് അവരെന്താ പറയുന്നത് വെച്ചാൽ, താങ്കളുടെ പാർട്ടിയുടെ പേരാണ് ആസാദ്. ആസാദിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം. പുസ്തകത്തിന്റെ പേര് ആസാദ് എന്ന് വെച്ചാലും താങ്കൾ മോദിയുടെ അടിമയാണെന്നാണ് പറയുന്നത്. ഞാൻ ആരുടെയും അടിമയല്ല. ഈ ചിന്ത തന്നെ അടിമത്തമാണ്. ഒരാൾ നല്ല കാര്യം ചെയ്യുന്നത്
ഒരാളുടെ നല്ലതിനെ നല്ലത് എന്ന് പറയുന്നത് തെറ്റ് എന്ന് പറയുമ്പോ അതാണ് ശരിയായ അടിമത്തത്തിന്റെ ലക്ഷണം. അവരെന്താണ് പറയുന്നത് വെച്ചാൽ താങ്കളുടെ ഈ പുസ്തകം എഴുതിയത് ഒരിക്കലും താങ്കളല്ലെന്നും എഴുതിയത് മോദിജിയാണെന്നും ഇത് കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടി എഴുതിയ പുസ്തകമാണെന്നും പറയുന്നു. കോൺഗ്രസ് ഇല്ലാത്ത ഭാരതത്തിന് വേണ്ടിയാണ് ഈ പുസ്തകം റിലീസ് ചെയ്യുന്നതെന്നും പറയുന്നു. രണ്ട് കാര്യങ്ങൾ പറയാം. മോദിജിയാണ് എഴുതിയിരുന്നെങ്കിൽ അത് വളരെ നല്ല കാര്യം. കോൺഗ്രസിനെ പുകഴ്ത്തുന്നെന്ന് പറയുന്നു, ഫ്രീഡം ഫൈറ്റേഴ്സിനെ പുകഴ്ത്തുന്നതായിട്ട് പറയുന്നു, നെഹ്റുവിനെ പുകഴ്ത്തുന്നു, ഇന്ദിരാഗാന്ധിയെയും പുകഴ്ത്തുന്നുണ്ട്. ആ പുസ്തകത്തിൽ രാജീവ് ഗാന്ധിയെ പുകഴ്ത്തുന്നുണ്ട്, സോണിയാഗാന്ധിയെയും പുകഴ്ത്തുന്നുണ്ട്. മോദിജി ഇങ്ങനെ എല്ലാവരെയും പുകഴ്ത്തുന്നത് വളരെ നല്ല കാര്യമല്ലേ? അങ്ങനെ വിചാരിച്ചിട്ട് എല്ലാവരും സന്തോഷിച്ചിട്ടുണ്ടാവണം. എന്നെപ്പറ്റി പുകഴ്ത്തുന്നില്ലെന്ന് ആലോചിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിൽ അച്ഛനെപ്പറ്റിയും മുത്തശ്ശിയെപ്പറ്റിയും മുത്തശ്ശനെക്കുറിച്ചും എല്ലാം പുകഴ്ത്തുന്നുണ്ടല്ലോ. പിന്നൊരു കാര്യം, അവരിങ്ങനെ ചെയ്ത് ജോലിയെ ചെയ്യാതിരുന്നാൽ അത് മോദിജിയെ പുകഴ്ത്തുന്നതിന് തുല്യമല്ലേ? മോദിജിയെ ബലഹീനനാക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ മാറ്റങ്ങളും പുരോഗതിയും കൊണ്ടുവരുമെന്ന് ഞാൻ പറഞ്ഞു. ഡിസ്ട്രിക്ട് ലെവലിൽ ഇലക്ഷൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, സ്റ്റേറ്റ് ലെവലിൽ ഇലക്ഷൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, വർക്കിംഗ് കമ്മിറ്റി ഇലക്ഷൻ ചെയ്യുമെന്ന് പറഞ്ഞു. 24 വർഷമായിട്ട് ഇലക്ഷനേ ഇല്ലല്ലോ. ഇപ്പോ മല്ലികാർജുന ഖാർഗെ ഒരു സീനിയർ ലീഡർ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയില്ലേ? നാഷണൽ പ്രസിഡന്റ് ഇലക്ഷന് മുമ്പ് ബ്ലോക്ക് ലെവൽ ഇലക്ഷൻ നടക്കണം, ഡിസ്ട്രിക്ട് ഇലക്ഷൻ നടക്കണം, സ്റ്റേറ്റ് ഇലക്ഷൻ നടക്കണം. അവരെല്ലാമാണ് തെരഞ്ഞെടുക്കുന്നത്. ബ്ലോക്ക് ഇലക്ഷനും ചെയ്തില്ല, ഡിസ്ട്രിക്ട് ഇലക്ഷനും ചെയ്തില്ല, നേരെ നാഷണൽ പ്രസിഡന്റ് ഇലക്ഷൻ ചെയ്തു. അതും വോട്ടർ ലിസ്റ്റ് പോലുമില്ലാതെ. ഇലക്ഷൻ കഴിയുന്നതുവരെ പലർക്കും വോട്ടേഴ്സ് ലിസ്റ്റ് കിട്ടിയില്ല. അന്ന് ചിലരൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റ് ഫോണിൽ കാണിച്ചിരുന്നു. അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം എന്തെങ്കിലുമൊക്കെ ഒന്നും നടന്നില്ല. ഇവരിങ്ങനെ ഇദ്ദേഹം ഒന്നും ചെയ്യുന്നില്ലല്ലോ. പാർട്ടി അവർ നടത്തുന്നില്ലല്ലോ. പാർട്ടി ചെയ്യുമായിരുന്നെങ്കിൽ ഇങ്ങനെ ഇല്ലല്ലോ. അദ്ദേഹം വളരെ പാവമാണ്, എന്റെ ഒരു സുഹൃത്തുമാണ്. അദ്ദേഹത്തെ ഡൗൺഗ്രേഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, മറ്റൊരു പ്രധാന കാര്യം, 26 വർഷമായിട്ട് വർക്കിംഗ് കമ്മിറ്റി അതിന്റെ ഇലക്ഷൻ എപ്പോഴാണ് നടന്നത്? 26 വർഷം മുന്നേ, 1997 കഴിഞ്ഞ നൂറ്റാണ്ടിൽ, സീതാറാം കേസരിയുടെ കാലത്ത്. 26 കൊല്ലമായി നടന്നില്ല. എന്താ നടക്കാഞ്ഞത്? കാരണം എലക്റ്റഡ് വർക്കിംഗ് കമ്മിറ്റിയെ പ്രസിഡന്റിന് മാറ്റാൻ കഴിയില്ല. കാരണം അവർ എലക്റ്റഡ്. പക്ഷെ ഇദ്ദേഹത്തിന് കൂടെ കൂടെ പ്രസിഡന്റിനെ മാറ്റിക്കൊണ്ടേയിരിക്കുന്ന പ്രവണതയാണുള്ളത്. ഒരാൾ എതിരായിട്ട് പ്രവർത്തിച്ചാൽ അവനെ മാറ്റുകയാണ് പുതിയ രീതി. ആരെങ്കിലും ഗുലാം നബി ആസാദിനെ പോലെ ഇങ്ങനെ പ്രവർത്തിച്ചാൽ അതോടെ കഴിഞ്ഞുവല്ല, വേറൊരാളെ അന്വേഷിക്കുകയായി. ഇതിനെ ജനാധിപത്യമെന്ന് എങ്ങനെ പറയും? കോൺഗ്രസ് എങ്ങനെ ഉണ്ടാവും? അപ്പോൾ എലക്ഷൻ വർക്കിംഗ് കമ്മിറ്റിയുടെയും ഉണ്ടായിട്ടില്ല. വേറൊരു കാര്യം നിങ്ങളുടെ അറിവിലേക്കായിട്ട്, ഈ ചാനൽ മുഖാന്തരം കോടിക്കണക്കിന് ആളുകൾ കാണുകയല്ലേ. 70% ടിക്കറ്റുകൾ തികച്ചും യോഗ്യതയില്ലാത്തവർക്കാണ് കൊടുക്കുന്നത്. ഇവിടെയാവട്ടെ പാർലമെന്റ് ഇലക്ഷനിലും ആയിക്കോട്ടെ, ഇലക്ഷൻ ടിക്കറ്റ് കൊടുക്കുന്ന ഈ കമ്മിറ്റിയെ ആദ്യം ചേഞ്ച് ചെയ്യണം. രാഷ്ട്രീയത്തിൽ ആരാണോ ഉള്ളത് അവരെ നിയമിക്കൂ. ഇപ്പൊ തമിഴ്നാട്ടിൽ ഇങ്ങനെ ചെയ്താൽ ശരിയാവും, ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല എന്ന് പറയുന്നവരെ നിയമിക്കൂ. രാഷ്ട്രീയം അറിയുന്നവരെ നിയമിക്കൂ. ബംഗാളിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പറയുന്നവരെ നിയമിക്കൂ. പക്ഷെ 15 വർഷം മുമ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ മാറിയ ഒരാളെ 26 വർഷം മുമ്പ് നടന്നൊരു കാര്യം പറയുന്ന ആൾ കാര്യങ്ങൾ നിശ്ചയിക്കാൻ തുടങ്ങിയാൽ 40 സീറ്റല്ലാതെ എത്രയാ കിട്ടുക? എന്നിട്ടും മോദിയോട് ഫൈറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇനി പറയൂ, ഞാനാണോ കോൺഗ്രസിനെ വഞ്ചിക്കുന്നത്, അവരാണോ വഞ്ചിക്കുന്നത്? കോൺഗ്രസിനെ അവരാണോ ബലഹീനപ്പെടുത്തുന്നത്, അതോ ഞാനോ? പറയൂ. ശരിയാക്കാൻ പറഞ്ഞു. ശരിയാക്കാൻ പറഞ്ഞവൻ വിശ്വസ്തനല്ലാതെ ഇപ്പോ ഒരു ഭീരുവായി മാറി. അകത്തിരുന്നിട്ട് കോൺഗ്രസിനെ ഇങ്ങനെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ നല്ല ആളുമായി. അത് ശരിയാണോ? പറയൂ. വർക്കിംഗ് കമ്മിറ്റിക്കും ഇലക്ടിംഗ് കമ്മിറ്റിക്കും അവിടെ ഒരു ജോലി ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം. ആരെ നിർത്തണം, ആരെ ജയിപ്പിക്കണം, ആരെയൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടല്ലേ ഈ നാശം സംഭവിച്ചത്. വെറും 40 സീറ്റ് മാത്രമല്ലേ കിട്ടിയുള്ളൂ. ഇപ്പോ ഒരുപക്ഷെ വർക്കിംഗ് കമ്മിറ്റിയാണ് തീരുമാനിച്ചിരുന്നതെങ്കിൽ ആരാണോ നല്ല പ്രവർത്തനം ചെയ്യുന്നത് അവർക്ക് നല്ല പേര് കിട്ടുമായിരുന്നു. പക്ഷെ ഒരാൾ ഡൽഹിയിൽ ഇരുന്നിട്ട് ടിക്കറ്റ് എന്താണെന്ന് പോലും അറിയാത്തൊരാൾ ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങിയാൽ 40 സീറ്റ് പോലും കിട്ടില്ല. അതിശയമായിരിക്കും. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ദിഗ്വിജയ് സിംഗും താങ്കളുടെ പ്രായത്തിലുള്ള ഒരു വ്യക്തിയാണ്. കോൺഗ്രസ് പാർട്ടിയിലെ ഒരു സീനിയർ നേതാവാണ്. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഗുലാം നബി ആസാദ് കോൺഗ്രസിനെ നശിപ്പിക്കാൻ നോക്കിയാണ്, പക്ഷെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ പുതിയ പാർട്ടിയെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറയുന്നു. അകത്തിരുന്ന് അദ്ദേഹം ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന് നട്ടിലില്ലാതെ പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്റെ കൂടെ ഇരിക്കുമ്പോൾ ഇവർ വേസ്റ്റ് ആണെന്ന് പറയുമായിരുന്നു. പക്ഷെ കുറച്ചെങ്കിലും ഗഡ്സ് ഉണ്ടായിരുന്നെങ്കിൽ
വെളിയിൽ വന്നിങ്ങനെ പറയണമെങ്കിൽ അയാൾക്ക് എന്തുമാത്രം ഗഡ്സ് ഉണ്ടാവണം പറയൂ. എന്റെ കൂടെ വെറും 1 മണിക്കൂർ ഇരുന്നാൽ മതി, വേസ്റ്റാണെന്ന് പറയും. അവർക്കും പാർട്ടി വിട്ടാൽ കൊള്ളാവുന്നുണ്ട്, പക്ഷെ ധൈര്യം വേണം. അദ്ദേഹം ഭാരത് ജോഡോ യാത്രയിലും ഒപ്പം പോയില്ലേ? വെറുതെ പദയാത്ര നടത്തിയോട് കാര്യമുണ്ടോ? അങ്ങനെ നടന്നതുകൊണ്ട് സാധാരണ എല്ലാവരും വിളിക്കുന്ന പേരിൽ നിന്നും തപസി എന്നുള്ളൊരു പേര് വന്നില്ല. ഇല്ലില്ല, ഞാൻ അത്തരം വിഷയങ്ങളിലൊന്നും തലയിടാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അദ്ദേഹം നല്ല കുടുംബത്തിലുള്ള ആൾ. എനിക്ക് വളരെ വിഷമമുണ്ട് ഇക്കാര്യത്തിൽ. ആ കുടുംബവുമായി എനിക്ക് നല്ല സുഹൃത്ത് ബന്ധമാണുള്ളത്. അവരെപ്പറ്റി പറയേണ്ടി വരുന്നു. ഞങ്ങൾ അകത്തിരുന്നു കൊണ്ട് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്തു. കേട്ടില്ല, അപ്പൊ പിന്നെ എന്തു ചെയ്യാൻ പറ്റും? ഒന്നുകിൽ ശാന്തനായി ഒരിടത്തിരിക്കണം, അല്ലെങ്കിൽ അസിഡിറ്റി ആവും. അസിഡിറ്റി ടെൻഷൻ കൊണ്ടാണല്ലോ ഉണ്ടാകുന്നത്. ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ അദ്ദേഹം അത് ചെയ്യില്ല. അല്ലെങ്കിൽ നല്ല രീതിയിൽ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് ഞാൻ പറയട്ടെ. അവരെന്താ പറയുന്നത്? മോദി ഒരു കള്ളനാണ്, അദാനിയും ഒരു കള്ളൻ. അതിലെനിക്കൊരു പ്രശ്നവുമില്ല, ആരും എൻ്റെ സ്വന്തക്കാരുമല്ല. പക്ഷേ 1 പ്രാവശ്യം പറയാം, 2 പ്രാവശ്യം പറയാം, 4 പ്രാവശ്യം, 10 പ്രാവശ്യം. പക്ഷെ 9 വർഷമായിട്ട് ഇത് തന്നെയല്ലേ പറയുന്നത്? 9 വർഷമായിട്ടും ഈ രാജ്യത്ത് ഇത് തന്നെയാണ് പറയുന്നത്, വേറൊന്നും പറയാനില്ല. ഇവിടെ കോടിക്കണക്കിന് ആളുകൾ ജോലിയില്ലാതിരിക്കുന്നു. നല്ല വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ അവരുടെ കയ്യിൽ ഒരു ജോലിയില്ല. ഇതാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. എല്ലാവരും മോദിയെ കള്ളൻ എന്ന് വിളിക്കുമ്പോൾ താങ്കൾ അങ്ങനെ ഒരു വാക്കേ പറയുന്നില്ല. ഇല്ല, അവർ പറയുന്നു, ഞാനല്ലല്ലോ പറയുന്നത്. ഞാനെപ്പോ പറഞ്ഞു? താങ്കൾ അങ്ങനെയൊന്നും പക്ഷേ പറയുന്നില്ല. 9 വർഷവും ഇതന്നെ പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഈ രാജ്യത്ത് 130 കോടി ജനങ്ങളാണുള്ളത്. 130 കോടി ജനങ്ങൾക്ക് 10,000 പ്രശ്നങ്ങളുമുണ്ട്. ഇദ്ദേഹത്തിന് 2 പ്രശ്നം മാത്രമാണ് കാണുന്നത്. അത് നിങ്ങളുടെ പ്രശ്നം, അൺഎംപ്ലോയ്ഡ് യൂത്തിന്റെ പ്രശ്നമല്ലല്ലോ. അത് അവരുടെ എന്താ പറയുക, വിലക്കയറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അതിനെപ്പറ്റിയൊന്നും പറയുന്നേയില്ലല്ലോ. താങ്കൾ ഈ കാര്യം അദ്ദേഹത്തിനോട് നേരിട്ട് പറഞ്ഞിരുന്നു? ഞങ്ങളെല്ലാവരും വർക്കിംഗ് കമ്മിറ്റിയിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ മോദിയുടെ കൂടെയാണെന്ന് പറയുന്നു. അങ്ങനെയുള്ളവരോട് എന്തു പറയാൻ? നിങ്ങൾ ആർക്കെങ്കിലും അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എതിർപക്ഷത്ത് ചേർന്നു എന്ന് പറഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? മോദിജി താങ്കളെക്കുറിച്ച് പറഞ്ഞ് കരഞ്ഞു. 12 മിനിറ്റ് താങ്കളെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ രണ്ടുപേരും ഒന്നാണെന്നല്ലേ എല്ലാവരും കരുതൂ. രാഹുൽജിയും ഇതുപോലെ നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ അത് കണ്ടിട്ട് മോദിജിയും തീർച്ചയായും കരയുമല്ലോ. ആദ്യം മോദിജി വളരെ മോശമാണ്, കുടുംബമില്ല, പിള്ളേരില്ല, ഒന്നിനെക്കുറിച്ച് സങ്കടപ്പെടില്ല. പിന്നെ താങ്കൾ തീരുമാനം മാറ്റി. മോദിജിയെ എനിക്ക് 90s തൊട്ടേ അറിയാം. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, ഞാനും ജനറൽ സെക്രട്ടറി ആയിരുന്നു അടൽജിയുടെ കാലത്ത്. അപ്പോഴൊക്കെ ഞങ്ങൾ എൻകൗണ്ടർ ആകുമായിരുന്നു. നിങ്ങൾ വിളിക്കുമ്പോഴൊക്കെ അദ്ദേഹം അവിടെ വരുമായിരുന്നു, മുൻപിലിരിക്കുമായിരുന്നു. BJP വേഴ്സസ് കോൺഗ്രസ്. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും CM ആയിട്ടുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിന്റെ സംസ്ഥാനത്ത് ചീഫ് മിനിസ്റ്ററാണ്, ഞാൻ എൻ്റെ സംസ്ഥാനത്ത്. അപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അത്രയ്ക്ക് അടുപ്പമൊന്നുമില്ലായിരുന്നു. അതിനുശേഷം എത്രയോ കാലം ഞാൻ ഓപ്പോസിഷൻ ലീഡറായിരുന്നു, പ്രധാനമന്ത്രിയായിരുന്നു ഇപ്പോഴും. എന്നാൽ ഒരുപാടൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷെ മീറ്റിങ്ങുകളിൽ ഓരോ സെഷനിലും 2-3 മീറ്റിങ്ങുകളുണ്ടാവും. അതിൽ അദ്ദേഹത്തോട് സംസാരിക്കുന്നതൊക്കെ ഞാൻ മിണ്ടാതെ കേട്ടിരിക്കും. ഞാൻ വിചാരിച്ചിട്ടുണ്ട് അദ്ദേഹം കുറച്ച് ഷ്രൂഡാണെന്ന്. ഓപ്പോസിഷൻ ലീഡറായിട്ട് കഴിഞ്ഞ 7 വർഷക്കാലം ഞാൻ അദ്ദേഹത്തോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എതിരായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ എതിരായി നിന്ന് തർക്കിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 1 മണിക്കൂറോളം അദ്ദേഹത്തിനെതിരെ നിന്ന് നിങ്ങളുടെ ഈ പോളിസി തെറ്റാണ്, ആ പോളിസി തെറ്റാണ്, ഈ ചെയ്തത് തെറ്റാണ്, ആ ചെയ്തത് തെറ്റാണ് എന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ, നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയാറില്ല. അതിന്റെ തെറ്റാണ് സമ്മതിക്കുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി ആദ്യമേ തന്നെ ഞാൻ BJP-കാരനാണെന്ന് പറയുമായിരുന്നു. പക്ഷേ ഞാൻ പിന്നീട് പാർലമെന്റിൽ നിന്നും റിട്ടയർ ആയതിനു ശേഷം എൻ്റെ വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞു ജമ്മു കാശ്മീരിൽ. അതും മോദിജിയുടെ കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ പാർലമെന്റിൽ തന്നെ ഉണ്ടാവുമായിരുന്നു. അവരെക്കൊണ്ട് എനിക്ക് നഷ്ടവും ഉണ്ടായിട്ടുണ്ട്. കാരണം ജമ്മു കാശ്മീരിലെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം രാജ്യസഭ ഇലക്ഷന് വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോൾ ആ അസംബ്ലിയെ 4-5 വർഷമായി അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞു. 5-6 വർഷമായിട്ടുണ്ടാവും. ആ സമയത്ത് അസംബ്ലിയെ ഇല്ലാത്ത സമയത്ത് ആരെന്നെ തിരഞ്ഞെടുക്കും?
ഇത് താങ്കളെ പറ്റിച്ചതിന്റെ ഒരു തെളിവ്. അദ്ദേഹത്തോട് എനിക്കത്ര വിരോധമുണ്ടായിരുന്നു. അതോടുകൂടി ഗവർണർ റൂൾ ഉണ്ടാക്കാനും അസംബ്ലി ഉണ്ടാക്കാനും ഞാൻ പാർലമെന്റിലേക്ക് വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എന്റെ ദേഷ്യം അധികരിച്ചുകൊണ്ടേയിരുന്നു. 7 വർഷം ഞാൻ അദ്ദേഹത്തെ എതിരിട്ടതുകൊണ്ട് അതും ന്യായം തന്നെയല്ലേ? എന്നാൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ, വിടവാങ്ങൽ പ്രസംഗം, എന്റെ പോയിന്റ് ഓഫ് വ്യൂയെ മാറിക്കഴിഞ്ഞു. ഒരുപക്ഷെ ഈ മനുഷ്യൻ ഷ്രൂഡായിരിക്കാം. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും എന്റെ കാഴ്ചപ്പാടും ചേരില്ല. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പ്രകാരം രാജ്യത്തിന് നാശം സംഭവിക്കുന്നുണ്ടാകാം. പക്ഷെ അദ്ദേഹം പ്രസംഗം തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റൊരു മുഖമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഒരു സ്റ്റേറ്റ്സ്മാന്റെ മുഖം. പ്രൈം മിനിസ്റ്റർ എല്ലായ്പ്പോഴും തെറ്റ് ചെയ്യുന്നു എന്നൊന്നും ഞാൻ പറയില്ല. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമെന്നും ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പ്രയത്നിക്കില്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ഹാർഡ് വർക്കറാണ്. കാരണം അദ്ദേഹം ആ കരഞ്ഞ ഒരു ദൃശ്യം എൻ്റെ മുന്നിൽ കൊണ്ടുവന്നു. അത് കണ്ടിട്ട് അദ്ദേഹവും കരഞ്ഞു, ഞാനും കരഞ്ഞു. അദ്ദേഹം എന്തിനാണ് കരഞ്ഞത്? ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണോ? ഒരിക്കലുമല്ല. ഇതെന്താ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് കഥയാണോ? മനുഷ്യത്വത്തിന്റെ പേരിൽ കരഞ്ഞു. കാരണം ഞാൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഗുജറാത്തിന്റെ ഒരു ബസ് ഗുജറാത്തി പാസഞ്ചേഴ്സുമായിട്ട് ടൂറിസ്റ്റ് ബസ് കാശ്മീരിലേക്ക് വന്നു. അതിരാവിലെ തന്നെ CIDയുടെ ഫോണുകൾ വരാൻ തുടങ്ങി. ഗുജറാത്തി പാസഞ്ചേഴ്സ് വന്നൊരു ബസ്സുണ്ട്, അതിനകത്ത് ബോംബ് പൊട്ടി കുറെ പേർ മരിച്ചു കഴിഞ്ഞു, കുറച്ചുപേർ പരിക്കേറ്റിട്ടിരിക്കുന്നു. ഇത് കേട്ട ഉടനെ ഞാൻ ഡ്രസ് ചെയ്യാനും നിന്നില്ല, ആഹാരം ഒന്നും കഴിക്കാൻ നിന്നില്ല, നേരെ സൈറ്റിലേക്ക് പോയി. അവിടെ കഷ്ണം കഷ്ണമായി കിടക്കുന്ന ബോഡികൾ കണ്ടു. ഞാൻ പോയ ഉടനെ ചീഫ് മിനിസ്റ്റർ വന്നു എന്നും പറഞ്ഞ് എല്ലാവരും കരഞ്ഞിട്ട് എൻ്റെ അച്ഛൻ മരിച്ചു, എൻ്റെ അമ്മ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കാല് പിടിച്ച് കരയാൻ തുടങ്ങി. ഞാനും ഒരു കൺട്രോളുമില്ലാതെ കരയാൻ തുടങ്ങി, ഉറക്കെ കരയാൻ തുടങ്ങി. ആ സമയത്താണ് മോദിജിയുടെ ഫോൺ വന്നത്. അന്ന് വൈകുന്നേരം ബോഡിയെല്ലാം അയക്കുന്നതിനായി എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഡെഡ് ബോഡീസ് സീ ഓഫ് ചെയ്യാൻ പോയതാ. എയർപോർട്ടിൽ വീണ്ടും എൻ്റെ കാല് പിടിച്ച് കരയാൻ തുടങ്ങി. എന്നെ ചീത്ത വിളിച്ചില്ല, എല്ലാവരും എൻ്റെ കാല് പിടിച്ച് കരയുകയാണ് ചെയ്തത്. എല്ലാവരും കരയുകയായിരുന്നു, ഞാനും ഒരുപാട് കരഞ്ഞു. അപ്പോൾ എനിക്ക് CMന്റെ ഫോൺ വന്നു. അപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് സംസാരിച്ചു. ആ സിറ്റുവേഷൻ അത് നാഷണൽ ലെവലിലൊന്നും വന്നില്ല, എങ്കിലും ഗുജറാത്തിൽ അത് ഒരുപാട് ചാനലുകൾ ഞാൻ കരയുന്നതൊക്കെ. പക്ഷേ മരിച്ചുപോയത് ഗുജറാത്തി. അതെ, ഗുജറാത്തികളുമുണ്ടായിരുന്നു. അത് പ്രധാനമന്ത്രി എന്താണ് പറഞ്ഞെന്നാൽ, ഗുജറാത്തികളായിട്ടും ഇദ്ദേഹം സ്വന്തം ആൾക്കാർ പോയ പോലെയാണല്ലോ കരയുന്നത് എന്നാണ്. അതുകൊണ്ട് ഞാൻ ഇതിനുവേണ്ടി അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യുകയാണ്. എനിക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷവും ഞാൻ പ്രധാനമന്ത്രിയോട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, എല്ലാവർക്കും ഒടുവിലാണ് സംസാരിച്ചത്. എല്ലാ ലീഡേഴ്സും സംസാരിക്കുകയുണ്ടായി, എല്ലാവരും സംസാരിച്ചു. ഞാനും ആ കാര്യം തന്നെയാണ് ഓർത്തുകൊണ്ടിരുന്നത്. ഞാനും ഞെട്ടിപ്പോയി. നടന്ന ആ ഒരു സംഭവം വീണ്ടും പറഞ്ഞപ്പോൾ പ്രൈം മിനിസ്റ്ററും കരഞ്ഞു, ഞാനും കരഞ്ഞു. പക്ഷെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, അതിനെയും അവർ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്. ഇയാൾ CM ആയിരിക്കുമ്പോൾ കുറെ ഗുജറാത്തികൾ മരിച്ചു, പക്ഷേ ഇവരെങ്ങനെയാണ് മരിച്ചതെന്ന് ആരും ചോദിക്കുകയുണ്ടായില്ല. ഇന്നുവരെ ആരും ചോദിച്ചിട്ടില്ല. അവരെന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, താങ്കൾ മോദിക്ക് വിശ്വാസമുള്ളൊരു വ്യക്തിയാണ്, രാഹുൽ ഗാന്ധിക്ക് ലോകസഭയിലെ മെമ്പർഷിപ്പ് നഷ്ടമായി, 2 ദിവസത്തിനുള്ളിൽ വീട് ഒഴിയണമെന്നും അദ്ദേഹത്തിനോട് പറഞ്ഞു. പക്ഷേ താങ്കൾ 2 വർഷമായിട്ട് MP ആയിട്ടില്ല, പക്ഷെ ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. യുക്രൈൻ വാർ നടക്കുന്ന സമയത്ത് 4 വർഷം തോക്കുകളുടെ ഇടയിൽ തന്നെയായിരുന്നു. പിന്നെ പഞ്ചാബിൽ പോയി, അതിനുശേഷം കാശ്മീർ പോയി. ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി മോദി അദ്ദേഹത്തിന്റെ ബംഗ്ലാവ് പോലും കാലിയാക്കി അവർക്ക് കൊടുക്കുകയാണുണ്ടായത്. PM ഹൗസിൽ സുരക്ഷിതരായിരിക്കുമെന്ന് പറഞ്ഞാണ് പോയത്. ഞങ്ങൾ ഈ 16ാമത്തെ പ്രാവശ്യം മിലിറ്റൻസിന്റെ അറ്റാക്കുകളിൽ നിന്നും ഞങ്ങൾ CM സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു 25-26 തവണ ജനറൽ സെക്രട്ടറി പഞ്ചാബിൽ നിന്നും 40 പ്രാവശ്യം രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ PM ഹൗസ് കൊടുക്കാതിരിക്കും? ഞാൻ എൻ്റെ കെട്ടിടത്തിന് വാടക കൊടുക്കുന്നുണ്ട്, വാട്ടർ ബിൽ, ഇലക്ട്രിസിറ്റി ബിൽ എല്ലാം കൊടുക്കുന്നുണ്ട്. ഫ്രീ ആയിട്ടൊന്നും തന്നെയില്ല. ഇല്ല, താങ്കൾക്ക് എത്രത്തോളം ആപത്തുകളുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സുരക്ഷയ്ക്ക് വേണ്ടി താങ്കൾക്കൊരു വീട് നൽകുന്നതിൽ തെറ്റൊന്നുമില്ല. അവർ ചോദിക്കുന്നത് ഇദ്ദേഹത്തിനോട് എന്തിനാണ് ഒഴിയാൻ പറഞ്ഞത്? അതെന്താണെന്ന് വെച്ചാ, അതായത് നിങ്ങൾ വിതയ്ക്കുന്നതല്ലേ കൊയ്യാൻ പറ്റൂ.
നിങ്ങൾ 24 മണിക്കൂറും ചീത്ത വിളിക്കും, അവരും പിന്നെ നോണ്ടാതിരിക്കുവോ? പറയൂ. കോൺഗ്രസ് വിട്ട് പുറത്തു പോയത് താങ്കൾ മാത്രമല്ല, ഹേമന്ത ബിസ് ശർമ്മ. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വന്നു, അദ്ദേഹത്തിന് പ്രയോജനം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടി. അതെ, മിസ്റ്റർ സിന്ധ്യ അദ്ദേഹം ക്യാബിനറ്റ് മിനിസ്റ്ററായി. അങ്ങനെ ഒരുപാട് പേരായിട്ടുണ്ട്, ഏകദേശം ഒരു 2 ഡസനോളം. ഇവരെ പറ്റി സംസാരിച്ച സിന്ധ്യയെ പർട്ടിക്കുലറായിട്ട് പറഞ്ഞ അദ്ദേഹം പാർലമെന്റിൽ എപ്പോഴും കൂടെ തന്നെ കാണും. എപ്പോഴും രാഹുൽ ഗാന്ധിയോടൊപ്പം ഇരുന്ന് തമാശകൾ പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കും. എപ്പോഴും അദ്ദേഹമാണ് സംസാരിക്കുന്നത്. അതെ, ഇതുപോലെ ഒരു UP-യിലെ ഇദ്ദേഹത്തിന് ക്ലോസ് ആയിട്ടുള്ള ജിതിൻ പ്രസാദ്. ഇല്ല, ജിതിൻ പ്രസാദും ക്ലോസ് തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ BJP മന്ത്രിയാണ്. അതോടുകൂടി സുഷ്മിതയും ഉണ്ടായിരുന്നു, അവരെ MP ആക്കിയിട്ടുണ്ട്. അവരും ഇദ്ദേഹത്തിന്റെ വയസ്സ് തന്നെയാണ്, ഒരു ചെറിയ പെണ്ണ്. വുമൻ കോൺഗ്രസിന്റെ നാഷണൽ പ്രസിഡന്റ്, അവരും പോയല്ലോ, TMC-യിൽ MP ആക്കിയല്ലോ. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന യൂത്ത് എല്ലാവരും വിട്ടുപോവുകയാണ്. എന്തുകൊണ്ട് പോകുന്നു? നിങ്ങളുടെ പെരുമാറ്റം അങ്ങനെയായിരിക്കും. ഹിമന്തയുടെ കഥ ഞങ്ങൾക്കറിയാം. അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കാണാൻ പോയപ്പോൾ രാഹുൽ ഗാന്ധി ഒന്നും സംസാരിക്കാതെ നായ്ക്ക് ബിസ്ക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. നോക്കൂ, ഹേമന്തിന്റെ കഥയും ഞാൻ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കാരണം മിസ്റ്റർ ഗാന്ധി എന്നെയാണ് അയച്ചത്, ആ പരിതസ്ഥിതിയൊക്കെ ഒന്ന് പോയി മനസ്സിലാക്കിയോന്നും പറഞ്ഞ്. ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു, അവിടെ നിന്നാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. ഇവിടെ ഒരേ ഫൈറ്റ് നടക്കുന്നു, ഇവരൊക്കെ കൂടി CM-ന്റെ എതിരായിട്ട് വോട്ട് ഓഫ് നോ കോൺഫിഡൻസ് കൊടുത്തിട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത് വന്ന് എന്നോട് ഇലക്ഷൻ നടത്താൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ, ഡൽഹി വീട്ടിൽ ഹേമന്തയെയും വിളിച്ചു, അദ്ദേഹത്തിൻ്റെ കൂടെ 45 MLA-മാരും ഉണ്ടായിരുന്നു. CM-നെ വിളിച്ചു, അദ്ദേഹത്തിൻ്റെ കൂടെ 7 MLA-മാരുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ആരുടെ കൂടെയാണ് കൂടുതൽ MLA-മാർ അവരെ തിരഞ്ഞെടുത്തോളൂ എന്ന്. ഞാൻ രാവിലെ പോയി, വൈകുന്നേരം രാഹുൽജിയുടെ ഫോൺ വരുന്നു, നിങ്ങളെന്താ പോകാഞ്ഞതെന്നും പറഞ്ഞ്. രാവിലെ കാണാൻ പോയപ്പോൾ എന്നെ കാണുന്ന സമയത്ത് CM-ന്റെ കൂടെയായിരുന്നു. ഇവരാണ് ജയിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഞാനെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഹേമന്തയോട് ആരുടെ കയ്യിലാണോ മെജോറിറ്റി, ഇവരുടെ കയ്യിൽ 7, അദ്ദേഹത്തിൻ്റെ കയ്യിൽ 45. അതിനുശേഷം അദ്ദേഹം ഓടിപ്പോയി, ഓടട്ടെ. നോർത്ത് ഈസ്റ്റിൻ്റെ ഇൻചാർജ് ആയിട്ടുണ്ട്, പക്ഷെ എന്തായിട്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് പോയി. ഇന്നെന്തിനാണ് കരയുന്നത്? അദ്ദേഹം ഇന്ന് 8 സ്റ്റേറ്റാണ് കൈകാര്യം ചെയ്യുന്നത്, എല്ലാം അദ്ദേഹത്തിൻ്റെ കൺട്രോളിലും. എന്നാലും കോൺഗ്രസ് നന്നായി വർക്ക് ചെയ്തു എന്ന് പറയുന്നു. കോൺഗ്രസ് നല്ലതൊന്നും ചെയ്തിട്ടില്ല, വെറുതെ മോദിയെ തെറി വിളിക്കുന്നെന്ന് മാത്രം. ക്യാപ്റ്റൻ അമരേന്ദർ സിംഗിന് എന്താ സംഭവിച്ചത്? അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നല്ലോ. അതെ, അതിനെക്കുറിച്ചും ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയിലുണ്ടായിരുന്നല്ലോ. ഞാൻ എല്ലാ കാര്യവും പറയാൻ പറ്റില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. കുറച്ച് പറഞ്ഞാൽ മതി, പക്ഷേ സത്യം അതെ, പറയണം. ഞാൻ ഇക്കാര്യത്തിൽ തികഞ്ഞ ഗാന്ധിയനാ. ഞാൻ നുണ പറയാറില്ല, സത്യം മാത്രമേ പറയൂ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വർക്കിംഗ് കമ്മിറ്റിയിൽ എന്നെ വിളിക്കുകയുണ്ടായി. അപ്പം ഞാൻ ചോദിച്ച ഒരേ കാര്യം, ഇതിന് ആരാണോ കാരണക്കാരൻ അയാളെ വിളിക്കൂ, പഞ്ചാബ് കയ്യിൽ നിന്ന് പോയവനെ വിളിക്കൂ. എലക്ഷന് 4 മാസങ്ങൾക്ക് മുന്നേ ഏതെങ്കിലും ഒരു വിഡ്ഢി ചീഫ് മിനിസ്റ്ററെ മാറ്റുമോ? ഞാൻ ഗ്രാമത്തിൽ 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. മെയിൻ സ്ട്രീമിൽ കുതിരകളെ മാറ്റരുത്. മെയിൻ സ്ട്രീമിൽ കുതിരകളെ മാറ്റിയാൽ തീർച്ചയായും തോൽക്കും. നവജോത് സിംഗ് സിദ്ധുന്ന് നല്ലൊരു കുതിര ഉള്ളതുകൊണ്ടല്ലേ മാറ്റിയത്? അതെ, അതൊക്കെ ശരി തന്നെയാണ്. അത്രയും വലിയൊരു കുതിരയെ ഞാനിതുവരെ കണ്ടിട്ടേയില്ല. പാസഞ്ചർ ഇരുത്തിയതിനു ശേഷം അദ്ദേഹം അപ്പോഴാണ് കുതിരയെ പോലും കാണുന്നത്. ഞാനിതുവരെയും ഇന്ത്യയിൽ ഞാൻ ഇതുവരെ കണ്ടതിൽ, എൻ്റെ ഈ 50 വർഷത്തെ പരിചയത്തിൽ, ഒരു കോൺഗ്രസ് പ്രസിഡന്റ്, അവർ തന്നെ നവജോത് സിദ്ധു, ഇലക്ഷൻ രംഗത്ത് ഈ ചീഫ് മിനിസ്റ്റർ നുണ പറയുകയാണ്, ഇദ്ദേഹം തരുന്ന വാഗ്ദാനങ്ങളൊക്കെ പൊള്ളയാണ്, ഒരിക്കലും അതൊന്നും നടപ്പാക്കില്ല, ഇവർ കള്ളനാണ് എന്നൊക്കെ പറയും. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ മകളും പാർട്ടിക്ക് വേണ്ടിയൊക്കെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്, ഈ ചീഫ് മിനിസ്റ്റർ കള്ളനാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു പാർട്ടിക്ക് ഏത് കഴുത വോട്ട് ചെയ്യും? ആ പാർട്ടിയുടെ പ്രസിഡന്റ് ചീഫ് മിനിസ്റ്റർ കള്ളനാണെന്നെങ്കിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകളും പ്രവർത്തിക്കുന്നുണ്ട്, അതും ഞങ്ങളുടെ പാർട്ടി CM കള്ളനാണെന്ന് പറയുന്നു. ജനങ്ങളെങ്ങനെ വോട്ട് കൊടുക്കും? ഇതുപോലെ അവരുടെ പാർട്ടിയെ തെറ്റായി പറഞ്ഞ് ഇതുപോലെ പ്രചാരം ചെയ്യുന്നവർ, അവരാണോ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അതോ ഞാനോ? അവരാണോ മോദിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അതോ ഞാനോ? രാജസ്ഥാനിൽ പ്രക്ഷോഭം തുടങ്ങാൻ പോകുമെന്നൊന്ന് അറിഞ്ഞിരുന്നു. സച്ചിൻ പൈലറ്റ് കുറച്ചാളായിട്ട് അസ്വസ്ഥനാണെന്ന് പറഞ്ഞു. നോക്കൂ, കോൺഗ്രസ് ജീവിച്ചിരിക്കണമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്.
പക്ഷേ കപ്പലിനെ മുക്കാൻ ക്യാപ്റ്റൻ തന്നെ തയ്യാറായി കഴിഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ക്യാപ്റ്റൻ അധികം വൈകാതെ തന്നെ കപ്പലിനെ എവിടെയാണോ കൂടുതൽ തിരകളുള്ളത് അങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് മുങ്ങുന്നത്. ഇപ്പൊ 90% മുങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ കുറച്ച് മാത്രമാണ് മുങ്ങാൻ ബാക്കിയുള്ളത്. ഞാൻ പറയുന്നത് ശരിയല്ലേ? ടർബുലൻസ് കൂടുതലുള്ളവിടെ ചെന്നാൽ ഉടനെ ഒരു തന്നെ അത് കവി മുങ്ങിപ്പോവില്ലേ? പറഞ്ഞിട്ടില്ലേ, എവിടെയാണോ വെള്ളം കുറവ് അവിടെയാണ് എന്റെ കപ്പൽ മുങ്ങിപ്പോയതെന്ന്. പക്ഷെ അവിടെ വെള്ളമുണ്ടായിരുന്നില്ലേ? അദ്ദേഹം മണലിൽ തന്നെയാണല്ലോ മുങ്ങുന്നത്. ആസാദ് സാർ അവരെന്താ പറയുന്നതെന്ന് വെച്ചാ വെറുപ്പെന്നുള്ള ബസാറിൽ സ്നേഹം എന്നുള്ള കട തുറക്കാൻ പോവുകയാണെന്ന്. താങ്കൾ എപ്പോഴെങ്കിലും ആ കടയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? ഇല്ലില്ല. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഞാൻ സ്വന്തമായി സമ്പാദിക്കാൻ പഠിച്ചവനാണ്. എന്നിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാനും എനിക്കറിയാം. മറ്റൊരാളുടെ അനാവശ്യ പണം എനിക്ക് വേണ്ട. ആരോടെങ്കിലും ഭിക്ഷ ചോദിച്ചിട്ട് ഞാൻ കഴിക്കാറില്ല. അവർ ഭിക്ഷ എടുത്തിട്ടല്ലേ കഴിയുന്നത്. പുകഴ്ത്തുന്നവരെ, ഷൂ പോളിഷ് ചെയ്യുന്നവരെയൊക്കെ അതിനുശേഷം ഞങ്ങൾക്ക് പൊസിഷൻ തരൂ, മോദിയോട് വിരോധം കാണിക്കൂ എന്നൊക്കെ പറഞ്ഞ് നടക്കും. എന്നെ എതിർത്താൽ, PM-നെ എതിർത്താൽ നിങ്ങൾ പവറിൽ വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലസ് ദം. ഐ വിഷ് ദം ലക്ക്.